ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ എരണിയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോഴിപ്പോൾ ഞാൻ പോകുന്നത് ഈ എരണിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരെയായിട്ട് മുട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 2016 റിലീസായ ഗപ്പി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് ഈ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതൊരു കടൽ തീരമാണ്. അപ്പോൾ ആ ഒരു കടൽ തീരവും പരിസരമൊക്കെ ഒന്ന് പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും ഞാൻ നിൽക്കുന്ന സ്ഥലം എരണിയൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് നടന്ന് നെയ്യൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നെയ്യൂർ. അപ്പോൾ ആ ഒരു നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. അപ്പോൾ മൺഡേ മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഈ നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഈ നടന്നു പോകുന്ന ഈ റോഡ് ചെന്ന് കയറുന്ന സ്ഥലമാണ്. 850 മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോഴെന്തായാലും നമുക്ക് നെയ്യൂരേക്ക് പോവാം. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്, ഇതാ കണ്ടില്ലേ. അങ്ങനെ ഞാനിങ്ങോട്ട് വന്ന ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11:35 ഒരു മെമു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിൻ കൊല്ലത്തുനിന്ന് കന്യാകുമാരി പോകുന്ന ട്രെയിനാണ്. 11:35 സ്റ്റാർട്ട് ചെയ്യുന്ന മെമു സാധാരണഗതിയിൽ ഈ എരണിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം 2:30 എത്തേണ്ടതാണ്. പക്ഷേ ഇന്നെത്തിയത് 3:15 അങ്ങനെ ആ ഒരു ട്രെയിനിൽ ഞാൻ എരണിയൽ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഇപ്പോഴിതാ 3:15 കഴിഞ്ഞ് ഈ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്ന് നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം ബാക്കി കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ മൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ഒരു മൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മുട്ടത്തേക്കുള്ള ബസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് റോഡെത്തിയിരിക്കുവാണ്. കന്യാകുമാരി മെഡിക്കൽ മിഷൻ CSI ഹോസ്പിറ്റൽ നെയ്യൂർ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ CSI ഹോസ്പിറ്റലിന് ഫ്രണ്ടിലായിട്ട് അവിടെയായിട്ട് നിൽക്കണം മൺഡേ മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് വേണ്ടിയിട്ട്. മൺഡേ മാർക്കറ്റിൻ്റെ വേറൊരു പേരാണ് തിങ്കൾ നഗർ. മൺഡേ മാർക്കറ്റ് അഥവാ തിങ്കൾ നഗർ. ഇതെവിടെയായിട്ട് നോക്കേ, ചെന്തങ്ങിൻ്റെ കരിക്ക്. ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇതാ ഒരു ബസ് വരുന്നുണ്ട്. തിങ്കൾ നഗർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടൊരു ബസ് വരുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ദൂരം, ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഈ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡാണ് തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡ്. ഇവിടം വരെ വരുന്നതിന് 10 രൂപയുള്ള ചാർജ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചു മുട്ടത്തേക്ക് എത്ര മണിക്ക് ബസ്സുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു 3:45-4 മണി സമയത്ത് ബസ്സുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ഇപ്പോഴെന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വരാം. അങ്ങനെ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങി ഹോട്ടൽ തപ്പി നടന്നപ്പോൾ ഇവിടെയായിട്ട് ചെറിയൊരു തട്ടുകട കാണുന്നുണ്ട്. പൊറോട്ടയൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇതാ കണ്ടില്ല, ഇവിടെയായിട്ട് ചൂട് പൊറോട്ടയെല്ലാം അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുവാണ്. ചൂട് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ചൂട് കറിയും കൂടെ ഒഴിക്കാൻ പോവാം. ഒഴിച്ചോ? സാൽന. ഓക്കെ. അങ്ങനെ എന്തായാലും ഞാനൊരു ബീഫ് ഫ്രൈയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ബസ് പോകുന്നെങ്കിൽ പോട്ടെ, അടുത്ത ബസ്സിൽ പോവാം. എന്തെങ്കിലും കഴിക്കാം, അതാണ് ഫസ്റ്റ്. ശരി, കാറ്റടിച്ച്. കൊള്ളാം. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. 3 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, 116 രൂപ. എന്തായാലും നമുക്ക് തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാം. മുട്ടത്തേക്ക് പോകുന്ന ബസ് വന്നോ നോക്കാം. ഇവിടെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ കുറച്ചധികം മിനി ബസ്സുകളുണ്ട്. ഇതാ കണ്ടില്ലേ, നാഗർകോവിലെ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴും വടശ്ശേരി ബസ് സ്റ്റാൻഡിലുണ്ട് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബസ്സുകൾ. മിനി ബസ് എന്ന് പറഞ്ഞാൽ മിനി ബസ്സിലും മിനി ബസ്സാണിത്. തീരെ കുഞ്ഞു വണ്ടികളാണ്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു മിനി ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് അമ്മാണ്ടിവിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ബസ് കിട്ടും. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ് വരാൻ ലേറ്റ് ആവുമെന്നാണ് അറിഞ്ഞത്. ആ ബസ്സിൻ്റെ ടയർ പഞ്ചറായെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബസ്സിൽ കയറിയിട്ട് അമ്മാണ്ടിവിള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം. എന്തായാലും ഈ ബസ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, വരയ്ക്കുന്നത് പോലെ ഉണ്ട്. ബസ്സിനകത്ത് വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് പേര് ഇടിച്ച് കയറിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ ബസ് 4:25 ആയപ്പോൾ തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ തിങ്കൾ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആ ബസ്സിലാണ് വന്നിറങ്ങിയത്. ഇവിടം വരെ വരുന്നതിന് 7 കിലോമീറ്റർ, ടിക്കറ്റ് ചാർജ് 12 രൂപ. ഈ വഴി അങ്ങോട്ട് പോകുന്നതാണ് മുട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് മുട്ടത്തേക്കുള്ള ദൂരം. ഈ നിൽക്കുന്ന അമ്മാണ്ടിവിള എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സ്ഥലമാണ്. ഇവിടെ ആയിട്ടൊരു ATM ഉണ്ട്. നമുക്ക് ATMൽ കയറി ക്യാഷ് എടുക്കണം. അങ്ങനെ വളരെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ മുട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് വന്നിട്ടുണ്ട്. 14C, ബസ്സിൻ്റെ നമ്പർ 14C. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. ഇതാ കണ്ടില്ല, ഒരു ബസ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം വീണ്ടും ബസ് സൈഡൊക്കെ കൊടുത്ത് പോകാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴും നിൽക്കുന്ന ഈ സ്ഥലമാണ് മുട്ടം. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഒരു 3 കിലോമീറ്ററിനകത്ത്. ഇവിടെ കുറച്ചധികം ആൾക്കാർ ഇറങ്ങി. പക്ഷേ ഈ ബസ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ലൈറ്റ് ഹൗസിനടുത്ത് പോകുന്ന അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസിനടുത്ത് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നും ഇറങ്ങിയിരിക്കുവാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ബസ് നിർത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. എത്ര മണിവരെയാണ് ഓപ്പൺ എന്നറിയാൻ വയ്യ, നമുക്ക് നോക്കാം. ഗപ്പി സിനിമയിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പരിസരവും അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ലൈറ്റ് ഹൗസിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു പാർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലൈറ്റ് ഹൗസിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 20 രൂപ. ഈ ടിക്കറ്റ് ഞാൻ ഇങ്ങോട്ട് വന്ന ബസ്സിൻ്റെ ടിക്കറ്റാണ് 5 രൂപ. അമ്മാണ്ടിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഒരു ലൈറ്റ് ഹൗസ് വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 5 രൂപ. റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ റേറ്റ്, ടിക്കറ്റ് റേറ്റ്. ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ സമയം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും. മൺഡേ ഹോളിഡേ ആണ്. തിങ്കളാഴ്ച ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നതല്ല. അത് ഒരുവിധപ്പെട്ട ലൈറ്റ് ഹൗസുകളെല്ലാം തിങ്കളാഴ്ച അവധിയായിരിക്കും. എന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറാം. നല്ല കാറ്റുണ്ട്. പറയുന്നതൊക്കെ മുകളിലേക്ക് കയറുമ്പോൾ കിട്ടുമെന്നറിയാൻ വയ്യ. പക്ഷേ ഒരുപാട് ഹൈറ്റുള്ള ലൈറ്റ് ഹൗസ് ഒന്നുമല്ല, ഏകദേശം കുറച്ച് ഹൈറ്റേ ഉള്ളൂ. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. എന്തായാലും ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പുറത്തായിട്ട് ബെഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കടൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നല്ലൊരു ഫീലാണ്. എന്തായാലും നമുക്ക് ആ ഒരു കടലിൻ്റെ പരിസരത്തോട്ടൊക്കെ പോകാം. ആദ്യം നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് വരാം. ഈ ഇടയ്ക്ക് പെയിൻ്റ് അടിച്ചതേ ഉള്ളെന്ന് തോന്നുന്നത്. ഇവിടെ എല്ലാം പെയിൻ്റൊക്കെ വീണ് കിടക്കുന്നത് കാണാം. ആ ഒരു പുതിയ പെയിൻറ്റിൻ്റെ മണവുമുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെയും ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയുണ്ട്, വെറുതെ പറയുമല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റിനെ തോപ്പിച്ച് വേണം എനിക്ക് സംസാരിക്കാൻ. ദൂരെയായിട്ട് ബസ് വരുന്ന നോക്കേ. ഇതിപ്പം ഇതുവഴി വരും. നല്ലൊരു കയറ്റമാണ്. ബസ് കയറി വരാൻ കുറച്ച് താമസിക്കും. എന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറാം. ഇതെവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. മുട്ടം ലൈറ്റ് ഹൗസ്. അതിലുപയോഗിച്ചിരിക്കുന്ന ബൾബും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വരുമ്പോഴേ ഇതൊക്കെ സമാധാനത്തോടെ വായിച്ചു നോക്കുക. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാന്ന്. ചെറിയ ലൈറ്റ് ഹൗസ് ആണ്. ഇതാ കണ്ടില്ലേ, മുകൾ ഭാഗം കാണാം. കൈ ഒട്ടുന്നതായിട്ടാണ് തോന്നുന്നത് പിടിക്കുമ്പോഴേ. എനിക്ക് തോന്നുന്നു ഇന്നലെയോ മെനഞ്ഞാന്നോ ആയിരിക്കാം പെയിൻ്റ് അടിച്ചത്. നല്ല പുതിയ പെയിൻറ്റിൻ്റെ മണം. ഇതെവിടെയായിട്ട് ചെറിയൊരു കിളിവാതിലെല്ലാം ഉണ്ട്. അതെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കയറി മുകളിലേക്ക് പോകാം. നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ സൂക്ഷിക്കുക. ഇവിടെ തലയിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയായിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സ്വിച്ചിങ് ടൈമെല്ലാം കാണിച്ചിരിക്കുകയാണ്. 18 മണി മുതൽ രാവിലെ 7 മണി വരെ. 18 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 6 മണി. അങ്ങനെ ഓരോ മാസത്തിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അത്രയും ദിവസങ്ങളിൽ 18 മണിക്കാണ് ഓൺ ചെയ്യുന്നത്. അതിനുശേഷം ജൂൺ, ജൂലൈ 18, 15, പിന്നെ ഓഗസ്റ്റ് ആകുമ്പോൾ വീണ്ടും 18, സെപ്റ്റംബർ 17:45, ഒക്ടോബർ 17:30, നവംബർ 17:30, ഡിസംബറും 17:30. അതേപോലെ പ്രവർത്തിക്കുന്ന സമയം, ഓണായിട്ടിരിക്കുന്ന സമയവും ഡിഫറൻ്റാണ് ഓരോരോ മാസങ്ങളിലെ. അപ്പോഴങ്ങനെയൊക്കെയുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ കാണുന്നതാണ് ലൈറ്റ്, ലാമ്പ്. അതാണ് കത്തുന്നത്. ഇതിവിടെ ചുറ്റും മൂടി വെച്ചിരിക്കുകയാണ്. ഇത് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ആ ഒരു കർട്ടൻ മാറ്റും. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്കെന്ന് വെച്ചാൽ ലൈറ്റ് ഹൗസിൻ്റെ ബാൽക്കണിയിലേക്ക് കയറാം. ഓ, അടിപൊളി. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്.
ഒരുപാട് ഉറക്കെ സംസാരിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഭയങ്കര കാറ്റ്, ഭൂ 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 എന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. അവിടെ ദൂരെയായിട്ടൊരു പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഗപ്പി സിനിമയിൽ ആ ഒരു പള്ളി കാണിക്കുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു പള്ളിയുടെ പരിസരത്തോട്ടൊക്കെ പോവാം. അവിടെ പള്ളിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാറ്റടിച്ച് ഇങ്ങോട്ടെ ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പള്ളിയുടെ ആ ഒരു പ്രാർത്ഥനയുടെ സൗണ്ടെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ താഴെയായിട്ട് മ്യൂസിയം ഉണ്ട്. ഇവിടെ ആയിട്ടേ നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ അതിനകത്തേക്ക് കയറാം. ലൈറ്റ് ഹൗസിന് ചുറ്റും നടക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, ദൂരെയായിട്ട് ഒരു പള്ളിയെല്ലാം കാണാം. വെള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയുണ്ട് ആ പള്ളി കാണാൻ. ഇതെവിടെയൊക്കെ ആയിട്ടൊരു പാറപ്പുറം എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ദൂരെയായിട്ട് ഫിഷിംഗ് ബോട്ടുകളെല്ലാം കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നീളത്തിൽ പുലിമുട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു പുലിമുട്ട് കൊള്ളാം. തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ പരിസരത്തും ഇതേപോലൊരു പുലിമുട്ടുണ്ട്. എന്തായാലും ലൈറ്റ് ഹൗസിന് ഉയരം കുറവാണെങ്കിലേ ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്നത് ഒരുപാട് ഉയരത്തിലാണ്. അതുകൊണ്ട് ലൈറ്റ് ഹൗസിന് ഒരുപാട് ഉയരം വേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിന് മുകളിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ ലൈറ്റ് ഹൗസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹൈറ്റ് വേണമെന്നില്ല. ഞാൻ വെറുതെ ഇവിടെ താഴെ നിന്ന് ആ കടലിലേക്ക് നോക്കിയപ്പോഴും നല്ലൊരു വ്യൂ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത് നമ്മൾ അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. ഈ 407 പോകുന്ന ആ ഒരു റോഡ് കണ്ടില്ലേ, അവിടെ വെച്ചിട്ടാണ് ഗപ്പി സിനിമയിൽ ടോവിനോയുടെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തത്. എന്തായാലും ആ ഒരു റോഡ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ദൂരെയായിട്ട് കടൽ തീരവും. എന്തായാലും കൊള്ളാം. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. എന്തായാലും നമുക്ക് ലൈറ്റ് ഹൗസിന് താഴേക്ക് ഇറങ്ങാം. ഞാൻ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നപ്പോഴും പറഞ്ഞില്ലായിരുന്നോ മ്യൂസിയം ഉണ്ടെന്ന്. നോക്കട്ടെ, നമുക്ക് ഈ കാണുന്നതാണ് മ്യൂസിയം. ഇവിടെയായിട്ട് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് VO ചിദംബരനാർ അദ്ദേഹത്തിൻ്റെ പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ലൈറ്റ് ഹൗസിൻ്റെ പലതരം ലാമ്പുകളാണ്. ലാമ്പുകളും അതിൻ്റെ പുറമൂടികളും. ഇവിടെ മുട്ടം ലൈറ്റ് ഹൗസിൻ്റെ വർഷം എഴുതിയിട്ടുണ്ട് 1910 AD. ഇവിടെയൊക്കെയായിട്ട് ഓരോ ചരിത്ര പുരുഷന്മാരുടെ ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മുട്ടം ലൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ എല്ലാം മിനിയേച്ചറുകൾ കാണിച്ചിട്ടുണ്ട്. വരി വരിയായിട്ടുണ്ട്. വരുന്നവർക്ക് നടന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാ നോക്കേ, വലിയ പായ്ക്കപ്പൽ. ഇപ്പുറത്തായിട്ട് ഇവിടെയായിട്ട് ടൈറ്റാനിക് പോലൊരു കപ്പൽ. ടൈറ്റാനിക്കിൻ്റെ മാതൃകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈറ്റാനിക്കാണ് അറിയാവുന്നൊരു കപ്പൽ. പിന്നെ വേറെ ഏതൊക്കെയോ കപ്പലുകളുണ്ട്, ക്വീൻ മേരിയോ അങ്ങനെ എന്തൊക്കെയോ പേരുകളിലുള്ള കപ്പലുകൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കപ്പൽ ടൈറ്റാനിക് തന്നെയാണ്. കാരണം ആ സിനിമ. വേറെയും പലതരം കപ്പലുകളുടെ എല്ലാം മാതൃകകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഫീലുണ്ട്. കപ്പൽ മാത്രമല്ല, ഹെലികോപ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെന്താ സംഭവം? കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വ്യൂഹമാണ്. അതെന്താണ് വ്യൂഹം? അങ്ങനൊന്നും ചോദിക്കരുത്. എവിടെയായിട്ട് നോക്കേ, ഒരു അന്തർവാഹിനിയുടെ ഒരു മിനിയേച്ചർ കാണിച്ചിട്ടുണ്ട്. S20 സ്റ്റിയറിംഗ് വീലെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ്. അങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്കോ സൗണ്ടർ, സ്പീഡ് ലോക്ക്, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയണമെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കി നേരം വെളുക്കും. അതിനേക്കാൾ ഇത് വിശദമായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് വിശദമായിട്ട് വായിച്ച് സമാധാനത്തോടെ പോയാൽ മതി. എന്തായാലും ഈ ഒരു സംഗതിയെല്ലാം കാണാനൊരു ഫീലുണ്ട്. ഇതാ കണ്ടില്ലേ, വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ലാമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബർണർ, 85mm ബർണർ. നമ്മുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പ് 3 ബർണർ 4 ബർണർ എന്നൊക്കെ പറയുമല്ലോ, അത് ഏത് ആയിരിക്കാം? ഈ കാണുന്നത് എന്തായാലും 85mm. ഇപ്പുറത്തായിട്ട് 55mm ബർണറും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് കീപ്പേഴ്സ് ലാമ്പ് എന്തായിരിക്കും? അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരം വെളുക്കും. ഇതെവിടെയായിട്ടൊരു മണിയല്ലേ ഇത്? മണിയുടെ ഒരു ഷേപ്പ് തോന്നുന്നുണ്ട്. ഇവിടെയായിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലുള്ള ആ ഒരു ബൾബും ലാമ്പും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കിയേ, ഒരുപാട് വലിയൊരു ലൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്രയും വലുതായിരിക്കുമെന്ന്. അതെല്ലാം നടന്ന് അടുത്തുകൂടെ കാണാനൊരു അവസരം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ കണ്ട ലൈറ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി.
മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കണ്ട, ടോട്ടൽ 20 രൂപയേ ഉള്ളൂ ചാർജ്. അങ്ങനെ ഈ കാണുന്ന ഈ റോഡിൽ വെച്ചിട്ടാണ് ഗപ്പി സിനിമയിൽ ടോവിനോയുടെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു വഴി കൊള്ളാം. എന്തായാലും നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. സൺസെറ്റ് സമയമായി വരുന്നതേ ഉള്ളൂ. ഇതോ കണ്ടില്ലേ. എന്തായാലും ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ കാണുന്ന ബീച്ച് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ അത്യാവശ്യം ഉയരത്തിലാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സൺസെറ്റും കണ്ടിട്ട് ഇങ്ങനെ ഈ ഒരു റോഡിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. എന്തായാലും വഴിയെല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വലിയ ചപ്പ് ചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാ ഒരു തമിഴ്നാടിൻ്റെ ബസ് വരുന്നുണ്ട്. ഇത് മണ്ടയ്ക്കാടോ മണക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ നമ്മൾ ആ റോഡ് നടന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ബീച്ചിൽ വന്നിരിക്കുന്ന വണ്ടികളെല്ലാമാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് 1 കിലോമീറ്റർ, മുട്ടം ബീച്ച് 200 മീറ്റർ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് 79 കിലോമീറ്ററേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ട്. നേരം ഇരുട്ടുന്നത് വരെ നമുക്കിവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാം. ആ താഴേക്ക് പോകുന്നതാണ് ബീച്ചും പരിസരവും. ഇവിടെ ആയിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വഴി അങ്ങോട്ട് പോകുന്ന സ്ഥലത്തായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. എന്തായാലും ആ ഒരു പാറയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയെല്ലാം നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാറയുടെ മുകളിൽ നിന്നും കടലിലേക്ക് നോക്കുന്നൊരു വ്യൂ നല്ലതാണ്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്കെല്ലാം ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വ്യൂവും കണ്ടു നടക്കാം. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് കൈവരികളെല്ലാം കെട്ടിയിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് ചെയ്തതാണ്. ഇതാ കണ്ടില്ലേ, പുതുതായിട്ട് പൂശിയിരിക്കുകയാണ്. ഭയങ്കര കാറ്റ്. പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഒരുപാട് ഉറക്കെയാണ് സംസാരിക്കുന്നത്, നേരത്തെയും പറഞ്ഞായിരുന്നല്ലോ. എന്നാലും ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ ഒരു രക്ഷയുമില്ല. ഇതങ്ങ് അവിടെ ആയിട്ട് നോക്കേ, ഉരുളം കല്ലുള്ള വലിയ വലിയ പാറകൾ. അങ്ങോട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നോക്കേ, ആ ഒരു സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറുതെ പറയുമല്ല. ഇതോ അവിടേക്ക് ആയിട്ട് ഇരുമ്പിൻ്റെ കൈവരികളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരുപാട് പേര് മരിച്ച ഒരു കടൽ തീരമാണ്. ഇതോ അവിടെ ആയിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ പ്രവേശനമില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് തിരികെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ പരിസരത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ, കൈവരികളെല്ലാം പുതുതായിട്ട് കെട്ടിയതാണെന്ന്. ഇവിടെയും വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട ലോറിയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാമായിട്ട് ഇൻ്റർലോക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നേരെ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെയും ഉണ്ട് ചെറിയൊരു വ്യൂ പോയിൻറ്റ്. അവിടെയും ഫാമിലിയായിട്ട് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് അടുത്തേക്ക് പോകാം. ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു പാർക്ക് കാണാം, ചെറിയൊരു പാർക്ക്. കുറച്ചധികം കുട്ടികൾ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അവരെല്ലാം ഓടിക്കളിക്കുവാണ് അവിടെ. അങ്ങനെ നമ്മൾ ആ ഒരു വഴിയിലൂടെ നടന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ആയിട്ടൊരു പാറയുടെ മുകളിലായിട്ട് വന്ന് തിരമാല അടിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അടിച്ച് ചെതറുവാണ്. അങ്ങനെ നമ്മൾ നടന്ന് പാറയുടെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, പാറയിൽ തിര വന്ന് അടിച്ച് ചെതറുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിനടുത്ത് എത്തിയിരിക്കുവാണ്. നോക്കിക്കോ, ഇതാ അത്ര വലുതായിട്ടില്ലല്ലേ. എന്നാലും നേരത്തെ ഉണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ചെതറുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു പാറ ഇടുക്കുകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. നല്ല അടിപൊളി ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഫോട്ടോസ് എടുത്തിട്ട് പോകാം. ഓരോ പാറകൾ മറിഞ്ഞ് വീഴാൻ പോകുന്ന പോലെയാണ് ഇരിക്കുന്നത്. അതിനിടയിലോട്ടൊന്നും ചെന്ന് കയറരുത്. ഇവിടെ വരുന്നവരെ തിരയൊക്കെ വളരെ ശക്തിയായിട്ടാണ് അടിക്കുന്നത്. നോക്കേ, മുൻപൊക്കെ ഇതോ അവിടെ വരെ പോകാമായിരുന്നു. ആ ഒരു ഇങ്ങനെ കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ, ആ ഒരു ഭാഗം വരെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇതാ കണ്ടില്ലേ, അവിടെയൊക്കെ തിര അടിക്കുന്നത് വളരെ ശക്തിയായിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ പോയാൽ ജീവന് തന്നെ ആപത്താണ്. അങ്ങനെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഓൺ ആക്കിയിരിക്കുകയാണ്. 18 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. അങ്ങനെ ബീച്ചിനടുത്ത് നിന്നപ്പോൾ ഒരു ഓട്ടോയ്ക്ക് ലിഫ്റ്റ് കിട്ടിയതല്ല, ഇതൊരു ഷെയർ ഓട്ടോ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് 10 രൂപ കൊടുത്തപ്പോൾ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിറങ്ങി
ഈ പള്ളി ഗപ്പി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിന് മുന്നിലൊക്കെ ആയിട്ട് സെറ്റൊക്കെ ഇട്ടിട്ടാണ് ആ പള്ളിയിലെ പെരുന്നാളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത്. എന്തായാലും വലിയൊരു പള്ളിയാണ്. ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ടാണ് ആ ഒരു വ്യൂ കാണുന്നത്. ഫുള്ള് ഈ വീഡിയോയിൽ കിട്ടണമെന്നുണ്ടെങ്കിലേ കുറച്ചധികം ബാക്കിലേക്ക് നിൽക്കണം. ഉയരത്തേക്കാൾ കൂടുതലും വീതിയുള്ളൊരു പള്ളിയാണ്. ഉയരവും ഉണ്ട്, പക്ഷേ എന്നാൽ വീതിയാണ് കൂടുതൽ. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നോക്കേ മണലിൽ ആൾക്കാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്തായാലും കാണാനൊരു ഫീലുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഒരു പരിസരത്തേക്ക് വന്നിരിക്കുവാണ്. ആ ഒരു സൈഡിലായിട്ടൊരു വ്യൂ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കടൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് കുറച്ചധികം വീടുകളുമുണ്ട്. ഇതവിടെ ആയിട്ടൊരു പിക്കപ്പിൻ്റെ മുകളിൽ ഒരു ഫിഷിംഗ് ബോട്ട് ഇരിക്കുന്നതൊക്കെ. നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. ക്ലാരിറ്റിയിൽ കുറച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. അങ്ങനെ എന്തായാലും ഞാൻ ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് വീണ്ടും കുറച്ചിങ്ങോട്ട് വന്നിരിക്കുവാണ്. പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് കറങ്ങുന്നില്ല. കാര്യം ഇപ്പം സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാഗർകോവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടുമെന്ന് അറിഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാഗർകോവിൽ പോയിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മണവാളക്കുറിച്ചിയിൽ പോയി കഴിഞ്ഞാൽ അതുവഴി ട്രിവാൻഡ്രം പോകാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. നോക്കട്ടെ, ഒന്നുകിൽ മണവാളക്കുറിച്ചിയിൽ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നാഗർകോവിൽ പോയിട്ട് പോവാം. ഷെയർ ഓട്ടോ നിൽപ്പുണ്ട്, നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാം. ഇത് മണവാളക്കുറിച്ചിക്ക് പോകുന്ന ഓട്ടോയാണ്. അതിലേക്ക് കയറാം. അങ്ങനെ ഞാൻ ഈ ഷെയർ ഓട്ടോയിലാണ് വന്നിറങ്ങിയത്. സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നും ഈ മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെ വരുന്നതിന് ഷെയർ ഓട്ടോ 10 രൂപ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാഗർകോവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരും. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ആ ഒരു മരത്തിന് ചുവട്ടിലായിട്ട് കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. എന്തായാലും നമുക്ക് നാഗർകോവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് വെയിറ്റ് ചെയ്യാം. സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നും മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം വരെ വരുന്നതിന് 4 കിലോമീറ്ററാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് മണവാളക്കുറിച്ചി. ഇത് ഒരു കടൽ തീരമായതുകൊണ്ട് മീൻ പിടിക്കുന്ന വലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടയാണ്. പ്രകാശ് ആൻഡ് കമ്പനി. ഇത് തമിഴ്നാടാണെങ്കിലും എല്ലാവർക്കും മലയാളം അറിയാം. മലയാളത്തിൽ ബോർഡുകളുണ്ട്. ഇത് കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. കുളച്ചൽ സുനാമി വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചൊരു സ്ഥലമാണ് കുളച്ചൽ. അങ്ങനെ ഞാൻ ഈ മണവാളക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നപ്പോൾ നാഗർകോവിൽ പോയിട്ട് പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ നിന്ന് തക്കല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, തക്കല. അപ്പോൾ തക്കലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നിൽക്കുന്ന മണവാളക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തക്കലയിലേക്ക് പോകാം. ഓരോ ആൾക്കാരോടും ചോദിക്കുമ്പോഴല്ലേ നമ്മൾ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. അപ്പോഴങ്ങനെ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ തക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ എപ്പോഴും ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് തക്കലയിലേക്ക് പോകാം. ഇവിടെ ഒരു SBIയുടെ ബാങ്ക് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ തക്കലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരുമെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും തക്കലയ്ക്കുള്ള ബസ് നോക്കാം. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് SBI ബാങ്കിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തക്കലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വരും. അങ്ങനെ ഞാൻ വീണ്ടും മൺഡേ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വന്നിരിക്കുവാണ്. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയാം. നേരത്തെ നമ്മൾ നിന്ന ഒരു സ്ഥലമുണ്ടല്ലോ, മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്നപ്പോൾ തിങ്കൾ നഗർ പോകുന്ന ഒരു ബസ് വന്നു, അതായത് മൺഡേ മാർക്കറ്റ്. അപ്പോൾ ആ ബസ്സിൽ കയറി ഞാനിങ്ങനെ മൺഡേ മാർക്കറ്റിൽ വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് അഴകിയ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ബസ് കിട്ടും. തക്കലയിലേക്ക് പോകേണ്ട കാര്യമില്ല, അഴകിയ മണ്ഡപം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് അഴകിയ മണ്ഡപം പോകുന്ന ബസ് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അഴകിയ മണ്ഡപം പോകുന്ന ബസ് വന്നിരിക്കുവാണ്. ഈ ബസ്സിലേക്ക് കയറാം. 332 നമ്പർ ബസ്സാണ്. കുലശേഖരം പോകുന്ന ബസ്സാണ്. അഴകിയ മണ്ഡപം വഴിയാണ് പോകുന്നത്. അങ്ങനെ തിങ്കൾ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും 7.4 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് അഴകിയ മണ്ഡപം. അങ്ങനെ അഴകിയ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്തും വരാൻ പറ്റി. തിങ്കൾ നഗറിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. തമിഴ്നാടിൻ്റെ ബസ്സുമുണ്ട്, കേരള ബസ്സുമുണ്ട്. ഏത് ബസ് വേണമെങ്കിലും കയറി നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകാം. 5 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിവാൻഡ്രത്തേക്കുള്ള ബസ് കയറി നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകാം. നമുക്കിനി വേറെ ദിവസം വരാം. വേറെ ദിവസം വന്നിട്ടേ നല്ലതുപോലെ ആ ഒരു ലൊക്കേഷൻ ഒന്നും കൂടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇനിയും കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാനുണ്ട്. അപ്പോഴെന്തായാലും ഈ സമയം ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളിനി ഇവിടെ കിടന്ന് കറങ്ങുന്നില്ല. ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ബസ് കയറിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകാം. അപ്പോഴെന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗപ്പി സിനിമ എടുത്ത ലൊക്കേഷനിൽ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. എന്തായാലും എനിക്കറിയാം ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വീണ്ടും നിൽക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ല. നമുക്ക് പോയിട്ട് വേറൊരു ദിവസം വരാം. ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള പല സ്ഥലങ്ങളിൽ വീണ്ടും ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് ഇനിയും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഇനിയും വേറൊരു ദിവസം വന്ന് നല്ല വിശദമായിട്ട് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ
ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.